ആസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവികാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. വിശുദ്ധി അനുഗ്രഹ
മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമേ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അനുഗ്രഹ നിമിഷമേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെയാണ് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം ഒരു ദൈവീയ ശുശ്രൂഷയാകുമ്പോൾ ദൈവ ശുശ്രൂഷകർക്ക് അത് ശുശ്രൂഷയുടെ ഒരു അഭിഷേകം കിട്ടുന്നത് നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അതാണ് വിഷയം. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വചനം കിട്ടുന്നത് മാത്രമല്ല വിഷയം. ആ വചനം നിങ്ങൾക്ക് അനോയിൻറ്റിങ് ആകണം. വചനത്തിന് വെറുതെ വചനം പറയാം. അപ്പോൾ റേഡിയോ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കത്തില്ലേ? അതുപോലെ ടി വിയിൽ എന്തുമാത്രം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതൊരു പ്രഭാഷണമൊക്കെ ദൈവവചന പ്രഘോഷണങ്ങൾ ടി വിയിലൊക്കെ കേൾക്കുമ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു പ്രോഗ്രാമിൻ്റെ ഒരു കാര്യപരിപാടി എന്ന രീതിയിലാണ് നമ്മളത് കേൾക്കുന്നത്. സാങ്കേതികമാണ് ആ വിഷയം. അനോയിൻറ്റിങ് കിട്ടാൻ വലിയ പാടാണ്. അനോയിൻറ്റിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പറയുന്നയാളും ടി വിയിൽ സംസാരിക്കുന്നയാളും അത് എഡിറ്റ് ചെയ്യുന്നവരും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവരും അത് കേൾക്കുന്ന നമ്മളും എല്ലാം ഒരു ദൈവമേഖലയിലായിരിക്കണം. അതാണ് ഈ 1000 പേര് വചനം കൂടുമ്പോൾ ചിലപ്പോൾ 2 പേർക്കായിരിക്കും അഭിഷേകം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാം എപ്പോഴും പ്രെയറായിരിക്കും. നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്ററിലൊക്കെ ചെല്ലുമ്പോഴേ കേരളത്തിലെ ക്രൈസ്തവ ടെലിവിഷനിലൊക്കെ ഞാൻ പ്രഭാഷണത്തിലൊക്കെ പോകുമ്പോൾ ഒക്കെ മനസ്സിലാകും അവരെല്ലാം എഡിറ്റിംഗ് റൂമിലും ഇരുന്നുകൊണ്ട് എപ്പോഴും പ്രെയറായിരിക്കും അവർ. അത് വലിയൊരു കാഴ്ചയാണ് ശരിക്കും, ഭയങ്കര. കാര്യം അവർ എഡിറ്റ് ചെയ്യണതും ബ്രോഡ്കാസ്റ്റ് ചെയ്യണതും എല്ലാം പവർഫുൾ പ്രെയറിലാണ് ചെയ്യണത്. ഇതുകൊണ്ട് തന്നെ നമ്മളുമൊക്കെ എപ്പോഴും അത് കേൾക്കുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം. കേൾക്കുമ്പോൾ നമുക്ക് കാര്യം ഈ ക്രിസ്തീയമായ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഫലം ഉണ്ടാക്കുന്നത് അനോയിൻറ്റിങ്ങിലാണ്, അല്ലാതെ ഇൻഫർമേഷൻ ഡംപ് ചെയ്യുന്നതിലല്ല. നമുക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്തെല്ലാം ഇൻഫർമേഷൻ ഉണ്ടാകാം.
ആരാധനാക്രമത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടാകാം. നമ്മൾ വളരെ ടാലൻറ്റഡായിട്ട് അത് ഡംപ് ചെയ്യാൻ ബാങ്ക് ചെയ്യാൻ പറ്റും. അതും അനോയിൻറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ട് ഫോർമാറ്റാണ്. ഒന്ന് അറിവ് പകരുന്നു, മറ്റത് അനുഭവങ്ങൾ നൽകുന്നു. ഈ അനുഭവങ്ങളെല്ലാം വരണത് അനോയിൻറ്റിങ്ങിലൂടെയാണ് വരണത്. അഭിഷേകം ക്രിസ്തുവിനെ പോലും ലോകത്തിലേക്ക് വിട്ടത് അഭിഷേകത്തിൻ്റെ രൂപത്തിലാണ്. അഭിഷേകത്തിൻ്റെ ആളായ്മയും മാത്രമല്ല, അഭിഷേകത്തിൻ്റെ രൂപത്തിലാണ്. ഇപ്പോഴേ ഉദാഹരണത്തിന് ഇടം എന്നും പറഞ്ഞൊരു വാക്ക് ബൈബിളിലുണ്ട്. എന്താണ് ഇടം? രാവിലെ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു സംഭവമാണ്. ഇടം ഇല്ലാത്തവരുണ്ട്. ഇപ്പോൾ ഒരു വിസ റിജക്റ്റ് ചെയ്ത്, അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഇടം ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ജർമ്മനിയിൽ നിങ്ങൾക്ക് ഇടമില്ല. അതല്ലേ വിസ റിജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ജപ്റ്റ് ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഇടം ഇല്ല എന്നാണ്. ഇങ്ങനെ ഇടമില്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും അത് ഇടം നിങ്ങൾക്ക് കിട്ടുന്നത് വരെ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അതിനാണ് അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കർത്താവ് ഈ വിഷയം എനിക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് വരെ ഞാൻ കർത്താവിൽ ജീവിക്കും. അത് ബൈബിളിലെ ഒരു നിലപാടാണത്. എന്താണ്? ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളൂ നീ എൻ്റെ വലതുവശത്തിരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി. മഹത്വം. ഹല്ലേലൂയ. 110 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഇപ്പം ജപ്തി നടപടി നമ്മുടെ മുമ്പിലുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനാണ്. ജോലി കിട്ടണില്ല. അത് ഒരു നെഗറ്റീവ് സിറ്റുവേഷനാണ്. മോശം ഒരു കാലാവസ്ഥയാണ്. ഇപ്പം രോഗിയാണ് നീ, അത് ഒരു മോശം കാലാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കർത്താവിൻ്റെ ഈ വിഷയത്തോട്, നെഗറ്റീവ് സിറ്റുവേഷനോട് കർത്താവിൻ്റെ നിലപാട് എന്താണ്? ഇത് നിന്നെ വിഷമിപ്പിക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന എല്ലാം നിൻ്റെ ശത്രുവാണ്. അതെന്ത് ചെയ്യും? അത് നീ കീഴ്പ്പെടുത്തരുത്. എന്താണ്? ഞാൻ നിൻ്റെ ശത്രുവിനെ എന്ന് പറഞ്ഞ്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുവോളം, നിന്റെ കാഴ്ചവെട്ട് ഞാനത് കൊണ്ടുവരും. ഒരു ടൈമിൽ ഈ അവസ്ഥ നീ അതിജീവിക്കും. അതിനെ കയറി നിൽക്കും നീ. അതാണ് നിന്റെ പാദപീഠമാക്കുമെന്ന്. നീ അതിനെ കീഴ്പ്പെടുത്തും. നീ അതിനെ കീഴ്പ്പെടുത്തുന്ന വരെ നീ എന്ത് ചെയ്യണം? നീ എൻ്റെ വലതു ഭാഗത്തിരിക്കണമെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ദൈവമേ മഹത്വം, ദൈവമേ ആരാധന, കരുണാദ്രസേ ആശ്വാസമേ, പുത്രനും പാവനമാവിനെ എന്നും ആരാധന, എന്നും ആരാധന. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അതാണ്. എന്താണ്? എൻ്റെ കർത്താവ് എന്നായാലും എൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തും. അതുവരെ ഞാനെന്ത് ചെയ്യണം? ഞാൻ ഉടമ്പടി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കും. അതാണ് വിഷയം. അത് ഒരു നടപടിക്രമമാണ്. ഈ വലത് ഭാഗത്തിരിക്കുന്നവൻ എന്തു ചെയ്യും? അളിഞ്ഞ മോന്തയുമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് വിഷയം. വലത് ഭാഗത്തിരിക്കുന്നത് എന്ത് ചെയ്യും? കാറിക്കൂവി നിലയം പിടിച്ചോണ്ടിരിക്കുക.
എങ്ങനെ ഇരിക്കും നിങ്ങൾ? കർത്താവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നവർ എങ്ങനെയാണ്? കാർക്കൂവി നിലയം വിളിച്ചുകൊണ്ടിരിക്കുക. വിഷയം തീരണത് വരെ കാർക്കൂവി നിലവിളിക്കുന്നവർ കർത്താവിൻ്റെ ഇടതുവശത്തായിരിക്കണത്. അതാ വിഷയം. അങ്ങനെ ഒരു വിഷയം ഇല്ല. സാത്താനെ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ടാണ് കർത്താവ് വലതു ഭാഗം എന്ന് എടുത്തു പറയണത്. ദൈവത്തിന് വലതും ഇടതും ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കാനാണ് വലതു ഭാഗവും ഇടതു ഭാഗവും ഒക്കെ പറയണത്. അല്ല ദൈവത്തിന് വലതും ഇടതും ഉണ്ടായിട്ടല്ല. ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ അങ്ങനെയാണ് ഉടമ്പടിയിൽ പറയണത്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ജീവിച്ചോളാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാവും? ദൈവത്തിൻ്റെ വലതുഭാഗത്ത്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ജീവിച്ചോളാമെന്ന് നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുമ്പോൾ, ആ വലതുവശത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡീസൻസി ഉണ്ട്. അത് കീപ്പ് ചെയ്യണം. നമ്മൾ എവിടെയാണ് ഇരിക്കണത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീസൻസി ഉണ്ട്. ഇപ്പോൾ പള്ളി വരുമ്പോൾ പള്ളിയിൽ നിങ്ങൾ വരികയാണ്, നിങ്ങൾ നൈറ്റി ഇട്ടുണ്ട് പള്ളി വരുമോ? അതാണ് പ്രശ്നം. അതിനൊരു നിങ്ങൾ അടുക്കളയിൽ കറി അരിയുമ്പോൾ നൈറ്റി ഇട്ടുണ്ട്, അല്ലെങ്കിൽ ചുരിദാർ ഇട്ടുണ്ട്, അല്ലെങ്കിൽ മോശം ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ അടുക്കള ജോലി ചെയ്യും. പക്ഷെ പള്ളി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പോയി കുളിച്ച് ഒരുങ്ങി അത് കഴിച്ചിട്ട് പുതിയ ഉടുപ്പിട്ടുണ്ട് കർത്താവിൻ്റെ അടുത്ത് വരും അല്ലേ? അതാണ് സംഭവം. ആ ഡീസൻസി, ആ സ്ഥലത്തിൻ്റെ ഡീസൻസി ഉണ്ട്. ഉടമ്പടിയിൽ ആ ഡീസൻസി കീപ്പ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കാലം നമ്മുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന വരെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വലതുവശത്ത് ഞാൻ ജീവിക്കേണ്ട ഒരു കാലമാണിത്. ഇപ്പോൾ കർത്താവിൻ്റെ വലതുവശത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ സ്ഥാനത്തിൻ്റെ ഡീസൻസി കീപ്പ് ചെയ്യണം. ആ സ്ഥാനത്തിൻ്റെ ഡീസൻസി അവിടെ ഇരുന്നുകൊണ്ട് അലമുറയിടാനും നിലവിളിക്കാനും ബഹളം ഉണ്ടാക്കാനും നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ആ സ്ഥാനത്തിന് പറ്റാത്തതാണത്. നിങ്ങൾ അവിടെ ഇരുന്ന് അലമുറ ഇടുകയും നിലവിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യണത് ആ സ്ഥാനത്തിന് പറ്റത്തില്ല. ആ സ്ഥാനത്തിന് എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ ശത്രുവുമായി യുദ്ധത്തിലാണ്. അത് കീഴ്പ്പെടുത്തുന്ന വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് പ്രത്യാശയോടെ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും. പ്രത്യാശയോടെ ഞാൻ ഉത്തരവാദിത്വം. പ്രത്യാശയാണ് എപ്പോഴും ഈ വലതുവശത്തിരിക്കുന്ന കാലത്ത് നമുക്ക് ഉണ്ടാവേണ്ടത്. പ്രത്യാശ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറ്റും? നിരാശ ഉണ്ടാകത്തില്ല. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഉടനെ ബൈബിൾ പറയും രണ്ട് തരം പ്രത്യാശ ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് പ്രത്യാശയുടെ കൂടെ നിരാശയുണ്ട്. അത് പ്രത്യാശയായിട്ട് കൗണ്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? ബൈബിൾ എന്താ പറയണത്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇപ്പം നിങ്ങളുടെ വിസ 2ാം പ്രാവശ്യം റിജക്റ്റ് ചെയ്ത്, അപ്പം ഞാൻ ഇന്നലെ ഒരു പയ്യൻസ് വന്ന്, അപ്പം ഞാൻ 2ാം പ്രാവശ്യം റിജക്റ്റ് ചെയ്ത്, അപ്പം ഇനി എന്ത് ചെയ്യും അച്ഛാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മണ്ട നീ പഠിക്ക്, നീ ഉഴപ്പാണ് ആള്. ആ PT എക്സാമിന് പരാജയപ്പെട്ടതുകൊണ്ടാണ് വിസ റിജക്റ്റായിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നീ PT എക്സാം കവർ ചെയ്യണം, അല്ലെങ്കിൽ നീ വിസ വേറെ മാറ്റി പിടിക്കണം. ആ രാജ്യത്തിൽ നിന്നുള്ള വേറെ വിസയിലേക്ക് പിടിക്കണം. കാര്യം എന്താ? ഇവന് പോകാൻ വേണ്ടി ഒരു അനുവാദം മെസ്സേജിലുണ്ട്. മെസ്സേജ് എടുത്താൽ എടുത്ത് 4 കൊല്ലമൊക്കെ ആകുമ്പോൾ മെസ്സേജ് എടുത്തില്ല, ശരിയാകത്തില്ല. കൺഫ്യൂഷൻ വന്നാൽ അച്ഛൻ മെസ്സേജ് എടുക്കും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നാൽ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ കൺഫ്യൂഷൻ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കണ മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ നോക്കും. എന്ത് നോക്കും? സാക്ഷ്യം പറഞ്ഞതാണോ എന്ന് നോക്കും. അത് നോക്കും. ഉടമ്പടിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കും. ഉടമ്പടി ഒരു 3-4 പുതുക്കാതെ ഒന്നും അച്ഛൻ മെസ്സേജിലേക്ക് പോകത്തില്ല. കാര്യം ഉടമ്പടി പോയെടുത്ത് തിരിച്ച് വന്ന് അവർ വീട്ടിൽ അത് ചെയ്തോ ഇല്ലയോ നമുക്കറിയത്തില്ല. അവരച്ഛനെ കാണാൻ വേണ്ടി കൈയും കാലും പിടിച്ച് നിലയും പിടിച്ച് ചീട്ടും പിടിച്ചുകൊണ്ട് വരികയും ഇടിച്ചല്ലേ മേടിച്ചത്. പക്ഷേ ഇവർ ഉടമ്പടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ചില സമയത്ത് ഉടമ്പടിയുടെ ജീവിതം അല്ലായിരിക്കും ഇവിടെ അച്ഛനെ കാണാനുള്ള ചീട്ടൊപ്പിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ദൈവതിരുസ്ഥിതി നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്? പദവി എന്താണ്? നിങ്ങൾ ഉടമ്പടി പുതുക്കി ജീവിക്കുന്നവരാണോ? അതിന് സാക്ഷ്യം പറഞ്ഞവരാണോ? അതൊക്കെ എല്ലാം നോക്കും. സാക്ഷ്യം പറഞ്ഞാൽ നമുക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് മനസ്സിലാകുന്ന വിഷയം എന്താണ്? അവരോട് ദൈവം കമ്മ്യൂണിക്കബിളാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത്
ദൈവാനുഭവം നേടിയതുമാണ്. അപ്പോൾ അത് സാക്ഷ്യം പറഞ്ഞ നിസ്സാര കാര്യമല്ല. അത് സാക്ഷ്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ദൈവാനുഭവം നേടിയ ആൾക്കാരാണ്. അപ്പോൾ അതൊരു സർട്ടിഫിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവാനുഗ്രഹം ഉണ്ടായിട്ടും സാക്ഷ്യം പറയാതെ നടക്കുന്ന കളികളില്ലേ? ദൈവാനുഭവം ഉണ്ട്, പക്ഷെ അവർ അത് സാക്ഷ്യപ്പെടുത്തത്തില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാന്തരത്തിൽ നിങ്ങൾ കെട്ടുപോകും. കാര്യം വെച്ചാൽ ദൈവത്തിന് കാര്യം ഈശോ എന്താ പറഞ്ഞത്? വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് പീഠത്തിന്മേൽ വെക്കണം. എന്തിനാണ്? വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം ലഭിക്കണമെന്ന്. അതാണ്. ഇപ്പോൾ ദൈവം ഒരു അനുഭവത്തിൻ്റെ വെളിച്ചം വിളക്ക് കൊളുത്തിയാൽ അത് പിന്നെ എന്താണ്? പറയിട്ട് മൂടി വെക്കരുത്. നിങ്ങൾ മാത്രം രഹസ്യമായിട്ട് അറിയണ കാര്യമല്ലത്. അത് മറ്റുള്ളൊരു വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ ദീപമാണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിളക്ക് കൊളുത്തിയാൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 11:33. ലൂക്ക 11:33. വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. ഉടമ്പടിയിലേക്ക് വന്ന ആൾക്കാരാണ് അത് അകത്ത് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി ജീവിതത്തിലേക്ക് വന്ന ആൾക്കാരെ അവർക്ക് പ്രത്യാശ പകരണതാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യാശ പകരാൻ. അപ്പം നിങ്ങൾ എത്രയും വേഗം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഞങ്ങൾക്ക് നിലവാരമുള്ള സാക്ഷ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. സാക്ഷ്യം കിട്ടിയിട്ട് കാര്യമില്ല. ചില ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ചേച്ചി സാക്ഷ്യം പറഞ്ഞതാണോ? എഴുതി കൊടുത്തതാണ്. എഴുതി കൊടുത്തത് ഞാൻ പറയിപ്പിച്ചില്ലെന്നതിൻ്റെ അർത്ഥം. പറയാൻ വേണ്ടി മാത്രം ഒന്നും ഇല്ലെന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. എഴുതി കൊടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. എഴുതി കൊടുക്കണം നല്ലതാണ്. അതുപോലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവരോട് സംസാരിക്കത്ത് പോലും ഇല്ല. എഴുതി കൊടുത്താണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും ദൈവം പതുക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ദൈവം കുറച്ചുകൂടി ഇവർ ശരിയായാൽ കർത്താവ് കൂടുതൽ പ്രവർത്തിക്കുമെന്ന്. എഴുതി കൊടുത്തിട്ടില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെ ഞാൻ ഇവിടുന്ന് ഓടിച്ചിടും. എന്താ കാര്യം? ഇവരിതിനകത്ത് കയറാനുള്ള യോഗ്യത പോലും ഇല്ല. എന്താ കാര്യം വെച്ചാൽ അവർ ഉടമ്പടി 3 പുതുക്കിയിട്ട് ഒരു സാക്ഷ്യം പോലും ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർ കള്ളസാക്ഷിയായിട്ട് ജീവിക്കുകയാണ് ശരിക്കും. ഉടമ്പടിയുടെ കള്ളസാക്ഷികളുടെ എണ്ണം കൂടുതലാണ്. ഉടമ്പടിക്ക് സാക്ഷികളുമുണ്ട്. നിങ്ങൾ സാക്ഷികളല്ലെങ്കിൽ പിന്നെ എന്താണ്? കള്ളസാക്ഷികളാണ്. അതാണ് വിഷയം. കാര്യം ഇപ്പോഴും നിങ്ങൾ വരുന്നുണ്ടല്ല. എന്തുദ്ദേശത്തെ വരണേ? നിങ്ങൾക്ക് സാക്ഷ്യമില്ല, സാക്ഷ്യം നിങ്ങൾ കൈമാറിയിട്ടില്ല. പിന്നെ ആരാണ്? പിന്നെയും വരച്ച് കെട്ടി വരുന്നുണ്ട്. എന്തിനു വരുന്നത്? കള്ളസാക്ഷ്യമാണത്. അപ്പം കള്ളസാക്ഷികൾ എത്രയും വേഗം സത്യമായ സാക്ഷ്യത്തിലേക്ക് മാറണം. അവർ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ എത്രയും വേഗം എല്ലാവർക്കും സാക്ഷ്യം നൽകാനും സാക്ഷ്യങ്ങൾ എല്ലാവർക്കും വെളിച്ചം കിട്ടാനും പൊതുസാക്ഷികളായി അവരെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 മഹത്വം ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെ നമ്മുടെ സിന്ധു നെൽസൺ, കൊല്ലത്തെ ഒരു പ്രേക്ഷിതയാണ് സിന്ധു നെൽസൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാക്ഷ്യത്തിൽ അവർ പറയണത് അവർ ഉടമ്പടി പുതുക്കണത് എന്തിനാണെന്നറിയാവോ?
ഞങ്ങൾ ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗങ്ങൾ വെക്കാറില്ലെന്ന്. ഭർത്താവും ഭാര്യയും ഉടമ്പടിക്കാരാ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രവർത്തിക്കണത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി വെക്കുമ്പോൾ നിയോഗങ്ങൾ വെക്കാറില്ലെന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ടും കേൾക്കണത് ഇത് കാര്യം. ഉടമ്പടി വെക്കുമ്പോൾ ആൾക്കാർക്ക് നിയോഗങ്ങൾ ഇല്ലാത്ത നിയോഗങ്ങളില്ലെങ്കിൽ കെട്ടിച്ചു വിട്ട മക്കളുടെ പേരക്കിടാങ്ങളുടെ നിയോഗം വരെ എടുത്ത് വെക്കണ പാർട്ടിയാണുള്ളത് ഇവിടെ. അത് വെച്ചാൽ വലിയമ്മമാർ നിയോഗം വെക്കുകയാണെങ്കിലേ ഒന്നും അവരുടെ വെക്കത്തില്ലല്ലോ, അവരുടെ വെക്കത്തില്ല. അവർ കെട്ടിച്ചു വിട്ട മക്കളെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് വെക്കണത്. നിയോഗം വെക്കാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാരെ പുതുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്കാർ പറയണത് എന്താണെന്നറിയാമോ? ഈ സിന്ധു നെസം പറയണത് ഞങ്ങൾ ഉടമ്പടി പുതുക്കുമ്പോൾ നിയോഗം വെക്കാറില്ലെന്ന്. അപ്പം ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ നോക്കി ഇതെന്ത് പരിപാടി, പിന്നെ ഇവരെന്താ വെക്കണത് ഒക്കെ പറയണത്. ഞങ്ങൾ വെക്കണത് ഉടമ്പടി ആൾക്കാർ എടുക്കുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവർ ഉടമ്പടി ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിയോഗമെന്ന്. അതാണ് വിഷയം. അപ്പോൾ കാര്യം മാറി, വിഷയം മാറി, വയറ്റിപ്പിഴപ്പ് മാറി, കർത്താവിൻ്റെ കാര്യത്തിലേക്ക് മാറി ഉടമ്പടി. അതാണ് വിഷയം. അപ്പം നമ്മുടെ ഉടമ്പടി ചില ആൾക്കാർ പറയും 10 പുതുക്കുക എന്നൊക്കെ പറയുമ്പോഴും എപ്പോഴും ആ വയറ്റിപ്പിഴപ്പം തന്നെ കിടക്കിയിരിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മനുഷ്യൻ്റെ വിഷയങ്ങൾ മാറിയിട്ട് ദൈവസ്നേഹം വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയും, എടി അതൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ, നീ അതൊക്കെ വാരിക്കെട്ടി എഴുതേണ്ട വല്ല കാര്യമുണ്ടോ, നീ എൻ്റെ കാര്യങ്ങൾ എഴുതാൻ പറയും. കർത്താവ് പറയും നീ എൻ്റെ കാര്യങ്ങൾ ഉടമ്പടി എഴുതാൻ പറയും. അപ്പോഴവരെഴുതും. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാത്തവർ എടുക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ചിരിക്കുക ഭർത്താവും ഭാര്യയും. അപ്പോൾ വെറുതെ ചുമ്മാ സ്റ്റൈലിനെ കൊണ്ട് നിയോഗം വെച്ചിരിക്കുകയല്ല. രസമുണ്ട്. ഇവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നല്ല ജോലി തിരക്കുള്ള ആളാണ്. ഭാര്യയ്ക്ക് അസുഖം വന്നിട്ട് പോലും അവർക്ക് സംസാരം പോയി. അവരുടെ സംസാരം കിട്ടിയിട്ടില്ല അവർക്ക്. ഈ സംസാരം എന്താ പോയത്, ഇവരിങ്ങനെ കുറങ്ങി സംസാരത്തിട്ട് അതെന്താടി അങ്ങനെ പറ്റിയതെന്ന് പോലും ചോദിക്കാൻ അയാൾക്ക് സമയമില്ലാത്ത ആളാണ്. അല്ല വെറുതെ വീട്ടിൽ കുത്തിരിക്കണമല്ല, അയാളുടെ ജോലി ആ ടൈപ്പാണ്. ഒരു ദിവസം ഇവളുടെ സംസാരം മൊത്തം പോയപ്പോൾ ഇവളിങ്ങനെ ആംഗ്യം കാണിച്ച് ആശുപത്രിയിൽ പോകണമെന്ന്. അപ്പോൾ അയാൾ പറയണേ ഞാനോർത്ത പോലെ തൈറോയിഡ് വരുന്നില്ല നിനക്ക്, ഇപ്പം എൻ്റെ കൈയൊന്നും ഒഴിഞ്ഞിട്ട് നിന്നെ ആശുപത്രി കൊണ്ടുപോകാനിരിക്കുകയായിരുന്നെന്ന്. അപ്പോൾ ഇയാളുടെ മനസ്സിലുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്, തൈറോയിഡ് ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ കേസെടുത്താൽ പിന്നെ അയാളുടെ ജോലിയെല്ലാം മുടങ്ങും. അതുകൊണ്ട് ആ ജോലി ഒരു പരുവത്തിലെത്തിയിട്ട് ഇവളെയും കൊണ്ട് ആശുപത്രിയിൽ പോകാം, തൈറോയിഡ് ഓപ്പറേറ്റ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇയാൾ ഇരിക്കണത്. പക്ഷേ ഇപ്പോൾ ശബ്ദം മൊത്തം പോയി ആളിന്. അപ്പോഴുടനെ നിവർത്തിയില്ലാതെ ഇയാൾ ആശുപത്രി കൊണ്ടുപോകും, വൈഫിനെ ആശുപത്രി കൊണ്ടുപോയി അത് സ്കാൻ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്തോ തടിപ്പ് വളരുകയാണ്, തൊണ്ടയിൽ തടിപ്പ് വളരുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേറ്റ് ചെയ്യാലും സ്വരം പോകും, ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും സ്വരം പോകും. ചില സമയത്ത് ഓപ്പറേറ്റ് ചെയ്താൽ സ്വരം തിരിച്ച് കിട്ടും. അപ്പോൾ സംഗതി നമ്മുടെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ഉദാഹരണം ഇത് സത്യസന്ധമായ പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരാളുടെ അനുഭവങ്ങളാണ്. നമ്മൾ പലരും ഉടമ്പടി എടുക്കുന്ന കാര്യം നമുക്ക് തട്ടുകിടന്ന് ഉണ്ടാകല്ലേ, എങ്ങനെയെങ്കിലും മര്യാദക്ക് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റണേ, ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിനെ നമ്മൾ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കണം. എല്ലാവരും അല്ല, പലരും അങ്ങനെ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷേ പുതിയ അസുഖങ്ങൾ ഈ പാർട്ടിക്ക് വരികയാണ്. അപ്പോൾ ഇവള് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവള് പറയാം ഓപ്പറേഷനൊന്നും ചെയ്യണ്ട. കാര്യം ഇവർക്ക് ഈ അമ്മയിൽ വല്ലാത്ത വിശ്വാസമാണ്. ഉടമ്പടി ചെയ്ത് ജീവിച്ചേ അവർ വേറെ ഒരു ലെവലിലാണ്. അവർ പറഞ്ഞാൽ അമ്മ സുഖപ്പെടുത്തട്ടെ, അല്ല ഞാൻ സ്വരമില്ലാതെയാണ് പോകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ഞാൻ സ്വരമില്ലാതെ വർക്ക് ചെയ്യുമെന്നാണ് പറയണതേ. അതാണ് അവരുടെ മനസ്സിലിരിക്കണത്. എന്താണ് അപ്പോഴും പ്രേക്ഷിത പ്രവർത്തനമാണ്. സ്വരമില്ലാതെ വർക്ക് ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ സ്വരമില്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ മനുഷ്യരുടെ ഒരു നിലവാര മാറ്റങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത നിലവാര മാറ്റമാണ്. അവരതുകൊണ്ട് ദൈവമായിട്ട് ഫൈറ്റ് ചെയ്യാനോ നിരാശപ്പെടാനോ സങ്കടപ്പെടാനോ ഞാൻ ഇത്രയും പ്രേക്ഷിത വേല ചെയ്തിട്ടും എൻ്റെ സ്വരം പോയല്ലോ. കാര്യം അവൾ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ളതെല്ലാം അവൾ പറയും ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമേ
മൗനമായിട്ടിരിക്കത്തുള്ളൂ. അല്ലാത്തപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്വരത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വരത്തിൽ പ്രാർത്ഥിക്കാത്ത കാരണം ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നാലും ആ വിഷയത്തെക്കുറിച്ച് ആ വിഷയം അവരെ ആശങ്കപ്പെടുത്തണില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ലേഡിയെ അവിടെ വിഷയം ആശങ്കപ്പെടുത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആധ്യാത്മികമായിട്ട് പറയാനുള്ളത്, ആ ആശങ്കയുടെ സ്ഥലത്ത് ഇവർക്ക് അനോയിൻറ്റിങ് കിട്ടിയിട്ടുണ്ട്. അതാണ് വിഷയം. ആശങ്കപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അനോയിൻറ്റിങ്, അവിടെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വരമില്ലാത്തതിൻ്റെ ഡയറക്റ്റ് ആശങ്കകൾ അവരെ സ്പർശിക്കണില്ല. അതാണ് വിഷയം. ഇത് വേറെ ഒരു ലെവലാണ് ശരിക്കും. അത് ഇതിൻ്റെ വിഷയം എനിക്ക് എപ്പോഴും തോന്നി, എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയാമോ? ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ആയിരക്കണക്കിന് മനുഷ്യർ ഉടമ്പടി ജീവിക്കുന്നതാണ്. എനിക്ക് തോന്നിയിരിക്കണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്, നിങ്ങളെടുത്ത ഉടമ്പടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെടുത്ത ഉടമ്പടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടരുത്. ആരാ? മനുഷ്യനും ഉന്നയിക്കരുത്, ദൈവവും ഉന്നയിക്കരുത്. ഇതൊരു ഭയങ്കര റിസ്ക്കാണത്. നമ്മളെടുത്ത ഉടമ്പടിക്കെതിരെ ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഇന്നലെ മെനയെന്ന്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച്. കാര്യം അവരുടെ ഉടമ്പടിക്കെതിരെ ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കാരണമാണ് ഇവർക്ക് സാക്ഷ്യങ്ങൾ കുറഞ്ഞു പോണത്. ആക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിലും നിങ്ങൾ അയൽവാസിയോട് മിണ്ടണില്ല. അപ്പോൾ അതിന് ആക്ഷേപമായില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്തു, ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ഉപ്പൊക്കെ വാരി തിന്നുന്നുണ്ട്, എണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ തേക്കറുണ്ട് എന്നല്ലാതെ ഈ കലാപരിപാടിയല്ല. അത് മാന്യം മര്യാദയൊക്കെ ദൈവത്തിൻ്റെ പൈതലായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണില്ല. പക്ഷേ ഉടമ്പടി ആൾ പഴയത് തന്നെയാണ്. ആ ഉടമ്പടി എടുത്ത ആൾ പഴയത് തന്നെയാണ്. ആ ആളിന് ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതാ അപ്പോൾ ദൈവം ആക്ഷേപം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അവിടെ. അത് വളരെ ശ്രദ്ധിക്കണം. ഈ പല ആൾക്കാരും പണി വാങ്ങിച്ചിരിക്കുന്നത്, ഇവർ ഉടമ്പടി എടുത്താൽ 6 മാസം കഴിഞ്ഞാലും ആക്ഷേപങ്ങൾ ബാക്കി നിൽക്കും. അതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് വളരെ എളിമയോട് വിനയത്തോടെ യാചിക്കുകയാണ്. കാര്യം നിങ്ങളെ വഴക്കിട്ടിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം വഴക്കിട്ട് കാര്യമില്ലെന്ന് പറയാൻ കാര്യം? എടാ, നിങ്ങളുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ നിങ്ങൾ കെട്ടി വന്ന കാലം പോലെ ഇതല്ലേ പരിപാടി, വഴക്കല്ലേ ഇടണത്. ഇതിന് നിങ്ങൾ വലിയ മെച്ചമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കയറി അഡ്വാൻസ് വഴക്കിട്ട് എന്ത് കാണിക്കാൻ? ഒന്നും കാണിക്കാനില്ല. നിങ്ങളതുപോലൊരു വഴക്കായിട്ട് കണക്കാക്കും. അത്രയേ ഉള്ള സംഭവം. കാര്യം നിങ്ങൾ ഈ വഴക്ക് എന്തുമാത്രം കേട്ടിരിക്കണതാണ്. എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായ അതങ്ങനെ കിടക്കുമെന്ന് പറയും. അത്രയേ ഉള്ളൂ സംഭവം. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു യാചന എന്ന് പറയണത്, ആക്ഷേപങ്ങൾ ഉന്നയിക്കാത്തൊരു സേഫ് സോണിലേക്ക് മാറണം. ഉടമ്പടി വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാമ്പതാണ്. നിങ്ങളുടെ ഉടമ്പടിയിലേക്ക് ആരും കൈ ചൂണ്ടരുത്. എന്താണ്? നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിലും നിങ്ങൾ വായ്പ വാങ്ങിച്ച ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ കിട്ടിയെങ്കിലും അത് നിങ്ങൾ അവർക്ക് കൊടുത്തില്ല. അതിന് പകരം നിങ്ങൾ അതിന് പകരം വീട്ടിൽ കാറ് വാങ്ങിക്കുകയോ എന്തെങ്കിലും ചെയ്ത്, അപ്പോൾ തന്നെ ആക്ഷേപങ്ങളായില്ലേ? അത് ആരും അറിയണില്ല. നിങ്ങൾ ഇന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവർക്കും അറിയാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാശ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സംഭവം അവർക്ക് കൊടുക്കുക. അവരുടെ മകൾക്ക് കോളേജ് അഡ്മിഷൻ കൊടുക്കാനുള്ള കാശ് എടുത്തിട്ട് നിങ്ങൾ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ദൈവം കൈ ചൂണ്ടും, ആക്ഷേപം ഉന്നയിക്കപ്പെടും. അതാണ് ഈ ഉടമ്പടിയിൽ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം. അതാണ് ഉടമ്പടിയിൽ ആരാണ് ഗതി പിടിപ്പിക്കാത്തത്? നിങ്ങൾ തന്നെയാണ് ഗതി പിടിപ്പിക്കാത്തത്. ദൈവം എല്ലാ വിരലും കൊണ്ട്, നമ്മൾ ഒരു വിരലേ ചൂണ്ടത്തുള്ളൂ, ദൈവം എല്ലാ വിരലും ചൂണ്ടിക്കൊണ്ട് നിൽക്കും നമ്മുടെ നേരെ. ആക്ഷേപമാണ്. അപ്പോൾ പുതുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉടമ്പടി പുതുക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആക്ഷേപങ്ങൾ കുറക്കാൻ പറ്റുക നോക്കണം. അത് ഭയങ്കര സീരിയസാണ്. ഈ ഉടമ്പടി 1-ാം ഘട്ടത്തിലൊക്കെ നല്ല ആക്ഷേപങ്ങൾ വരുവേ. മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും വരും, ദൈവത്തിൻ്റെ ഭാഗത്ത് വരും. അപ്പോൾ ഭർത്താവ് തന്നെ പറയും, അല്ലെ ഭാര്യ തന്നെ പറയും,
ഇവർ ഉടമ്പടി എടുത്തിട്ടും ഗതി പിടിക്കത്തില്ലെന്നാണ് തോന്നണമെന്ന് പറയും. ഇവരുടെ കൈയിരിപ്പ് ഇതല്ലേ. ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് വീട്ടിലെ കാശ് കളയാവുന്നല്ലാതെ വല്ല ഗുണവും ഉണ്ടാകുമെന്ന് ചോദിക്കും. അപ്പോൾ വീട്ടുകാർ തന്നെ ഉടമ്പടിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കരച്ചിൽ വരണം ശരിക്കും. അല്ലാതെ നിങ്ങൾ എടുത്ത് പിടിച്ചോണ്ട് നിന്നൊരു കാര്യമില്ല. വീട്ടുകാരെ നിങ്ങളുടെ ഉടമ്പടിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത് പറയണമെന്ന് മനസ്സിലാക്കണം. കാര്യം വീട്ടുകാരെക്കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. വീട്ടുകാർ തന്നെ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ സിന്ധു നെൽസൺ സാക്ഷ്യം പറഞ്ഞപ്പോഴേ അവരുടെ ഒരു പ്രത്യേക മിഷൻ എന്താണെന്നറിയാമോ? അവരിവിടെ കൊണ്ട് എഴുതിയിട്ടിരിക്കണത് ഉടമ്പടിയിൽ വീണുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ. അതാണ് എഴുതിയിരിക്കുന്ന ഒരു നിയോഗം. വല്ല കാര്യമുണ്ട. അപ്പോൾ അവരെന്ത് മാത്രം ഉയർന്നെന്ന് നോക്കിയേ. ഉടമ്പടിയില്ല അവരുടെ രണ്ടാമത്തെ നിയോഗം എന്താണ്? ഉടമ്പടി വീണുപോയ ആൾക്കാരെ, അവരുടെ വീട്ടിലൊരു വിശേഷമൊന്നും എഴുതണില്ല. അവരുടെ വീട്ടിലെ വിശേഷം എന്ന് പറയണത് അവരുടെ വീട്ടിൽ മാതാവുണ്ട്. അപ്പം അമ്മ അവിടെ ഉള്ള കാര്യം ആ വിശേഷമൊന്നും അവർ തിരക്കേണ്ട കാര്യമില്ല. അതാണ് അവരുടെ മനസ്സിരിപ്പ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞാൻ മരുന്നൊന്നും എടുക്കത്തൊന്നുമില്ല. അമ്മയ്ക്ക് എപ്പോഴാണ് സ്വരം തരാൻ ഉദ്ദേശിക്കുന്നത് അമ്മ തന്നോളും. അതുവരെ ഞാൻ സ്വരമില്ലാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ സ്വരമില്ലാതെ പ്രാർത്ഥിക്കും. പക്ഷേ ഫെബ്രുവരി 20-ാം തീയതി ആകുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റില്ല. സ്വരം എല്ലാം കൂടി ഇങ്ങനെ വരാൻ തുടങ്ങി. അതാണ് വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പെന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. സാമീപ്യത്തിന് ദൈവിക ഇടപെടലിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ സിന്ധു ഒരു മരുന്നും കഴിക്കാതെ ഒരു ഓപ്പറേഷനും പോകാതെ അവളെന്താ പറഞ്ഞത്? അമ്മ വീട്ടിലുണ്ട്, വീട്ടുകാരി അമ്മയ്ക്കറിയാമല്ലോ. അമ്മ ആഗ്രഹിക്കുമ്പോൾ സ്വരം തരും, അല്ലെങ്കിൽ സ്വരമില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യും. അതാ നിലപാടെന്ന് പറഞ്ഞതാണ്. വിശ്വാസം കൊണ്ട് ലോകത്തെ ജയിക്കുന്ന രീതികളാണതൊക്കെ. അപ്പോൾ എന്ത് പറ്റി? ഇങ്ങനെ ഒരു നിലപാടെടുത്ത കാരണം അവരുടെ ഉടമ്പടി സത്യസന്ധമായി സേഫ് സോണിലായി. അപ്പോൾ എന്ത് പറ്റി? ഒരു ഓപ്പറേഷനുമില്ല, മരുന്നുമില്ല. ആ മരുന്നില്ലാതെ ഫെബ്രുവരി 20-ാം തീയതി ആയപ്പോൾ സ്വരം അമ്മ തിരിച്ചു കൊടുത്തു. അപ്പോൾ അത് എന്നാ വിഷയം എന്ന് വെച്ചാൽ ഇത് വേറൊരു ലെവലാണ്. നമ്മൾ ഉടമ്പടിയിലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതിയും ഇതിൻ്റെ ഒപ്പം നിൽക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് വൈസ് റിച്ചാണ് ഭയങ്കര. ഇപ്പോൾ ഈ ഉടമ്പടിയുടെ ഇവരുടെ ഒന്നാമത്തെ നിയോഗം, ഉടമ്പടി പുതുക്കുമ്പോൾ ഒന്നാമത്തെ നിയോഗം എന്താണ്? ഉടമ്പടി എടുക്കാത്തവരെ ഉടമ്പടി എടുപ്പിക്കാൻ. അതാണ് ഒന്നാമത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം എന്താണ്? ഉടമ്പടി വീണ് പോയവരെ എഴുന്നേൽപ്പിക്കാൻ. അപ്പോൾ ഉടമ്പടി വീണ് പോയവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാ ദിവസവും 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഓരോ വീട്ടിൽ നിങ്ങൾ ഉടമ്പടി എടുത്തതാണെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഉടമ്പടി എടുത്താണ് കൊച്ചേ, ഇടയ്ക്ക് വീണ് പോയി. പിന്നെ എന്തു ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് ഉടമ്പടി എങ്ങനെയാണ് ഉടമ്പടി വീണ്ടും തിരിച്ചു വരിക, തിരിച്ചു വന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇതൊക്കെ ആര് ഇവിടുന്ന് വല്ലതും പറഞ്ഞു കൊടുത്തതാ വല്ലതാണോ? ഇതൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. എന്നിട്ട് അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. എന്നിട്ട് അവരുടെ സ്പിരിച്വൽ മെയിൻ്റനൻസ് നിരീക്ഷിക്കും. ഇവർ ആത്മാവിൽ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുഴപ്പം പറ്റി. എന്താ? ഇവർക്ക് കിഡ്നിയിൽ കല്ല് വന്നു. അപ്പോൾ ഭയങ്കര വയറുവേദനയാണ്. വയറുവേദന കൊണ്ട് പുളയ്ക്കണ ആൾ. അപ്പോൾ ഇവരുടെ സ്കാനിങ് റിപ്പോർട്ട് എടുത്തപ്പോൾ 2002 മുതൽ സ്കാനിങ് ഉണ്ട് ഇവർക്ക്. അന്ന് ആ എല്ലാ സ്കാനിങ്ങിലും ഇവർക്ക് കിഡ്നി കല്ലുണ്ട്. അപ്പോൾ 2002 മുതൽ കിഡ്നി കല്ലുള്ള പാർട്ടിയാണ്. ഇപ്പം എന്നാ ഇപ്പോൾ കിഡ്നി കല്ലാണെന്ന് മനസ്സിലായതും അതിൻ്റെ വേദന ഇപ്പം സഹിക്കാൻ പറ്റാത്തതായി.
അവളെ ആൾക്കാരെയും കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി വരുമ്പോഴും ഇവളുടെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും വയറുവേദന സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വയറുവേദന സഹിക്കാൻ പറ്റാതെ ഇവളാ ഉടമ്പടി വിളക്കിൻ്റെ അടുത്ത് എഴുന്നേച്ച് അമ്മയോട് പറയും, അമ്മേ ഈ കല്ല് എങ്ങനെ കളയണമെന്ന് അമ്മയ്ക്കറിയാം, അത് ഞാൻ വേറെ ഒന്നും പറയണില്ലെന്ന് പറഞ്ഞ് വിളക്കെന്ന് എന്നെ വായിച്ച് വയറെത്തേക്കും അവിടെ. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ കല്ലില്ല. അതാണ് വിഷയം. എന്നിട്ട് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ഇവൾക്ക് എന്നാ ഹോംവർക്ക് കൊടുത്താലും ഇവളത് 100 മാർക്ക് മേടിക്കും. എന്താ കാര്യം? വിശ്വാസ ജീവിതമാ, ചെയ്യണ ജോലി അത്തരവാ. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉടമ്പടി എന്തുകൊണ്ടാണ് നിന്ന് പോയെന്ന് ഇപ്പോൾ ചില ആൾക്കാർ പറയും, കൊച്ചെ ഉടമ്പടി എടുത്തതാണ്, ഇപ്പോൾ ഉടമ്പടി കാശ് രൂപം കാണാനില്ലെന്ന്. അപ്പോൾ ഓരോ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഉടമ്പടി എടുത്ത്, അപ്പോൾ ഉടമ്പടി കാശ് രൂപം കാണാനില്ലെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം എന്താ? ഉടമ്പടി നിങ്ങൾ ഉഴപ്പുമ്പോൾ തന്നെ ദൈവം കാശ് രൂപം എടുത്ത് മാറ്റും. പ്രമാണമല്ലേ അത്? ഈ കന്നുകാലി എടുത്ത് ഉടമ്പടി കാശ് രൂപം എന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവത്തെ പറ്റിക്കാൻ വന്നിരിക്കേണ്ട ജാതിയാണ്. അപ്പോൾ ദൈവത്തെ പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ദൈവം? അപ്പം തന്നെ കാശ് രൂപം എടുത്ത് മാറ്റും. അതാണ് ഇവർ പറയണത്, കാശ് രൂപം കാണാനില്ലെന്ന്. കാണാനില്ല അല്ല, എടുത്ത് മാറ്റിയതാ. നിങ്ങളിനി അതും കൊണ്ട് ചോദിച്ചുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾ ദൈവമായിട്ട് എടുത്ത ഉടമ്പടിയുടെ പ്രമാണമാണ് ഈ ഉടമ്പടി കാശ് രൂപം എന്ന് പറയണത്. അതിന്മേൽ തൊട്ട് ആൾക്കാർ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് പിശാചിനെ വരെ ജയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജീവിക്കുന്ന 10,000 മനുഷ്യർ ഇവിടെ ഉണ്ട്. നീ ഇവിടെ വന്ന് എടുക്കേണ്ട ഒരു കാര്യമില്ല. നീ പണ്ട് മുതലേ ദൈവത്തിന് ബിസ്ക്കറ്റ് പോലെ തിന്നു തീർക്കണ ഒരു പിശാച. അതിൻ്റെ പേരിലാണ് നീ ഉടമ്പെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കാരണം ഉടമ്പടി ദൈവം അപ്പം തന്നെ ഇവിടെ ഉടമ്പടിയിലല്ല. ഉടമ്പടി കൺകറൻ്റ് ഇല്ല ഇവക്ക്. ഇവളിവിടെ വന്ന് എന്തൊക്കെ കാണിച്ചു പോയെന്നല്ലാതെ ഇവളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ല. മൊത്തം ആക്ഷേപമാണ് ആ ഉടമ്പടിക്ക്. ഉടമ്പടിയുടെ ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ അനുസരിച്ച് കോമ്പറ്റൻസി ഉണ്ടാവും. ദൈവം ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ഞാൻ യോഗ്യയാണോ എന്ന് ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാർ സ്വന്തമായിട്ടെങ്കിലും ചിന്തിച്ച് നോക്കും. ആ ഒരു ബോധം പോലും ഇല്ലാത്ത കണ്ടവർക്കുമാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആം എ പേഴ്സൺ കോമ്പറ്റൻ്റ് പേഴ്സൺ ടു ഡീൽ വിത്ത് ഇൻ കവനൻ്റ് വിത്ത് ഗോഡ്. അങ്ങനെ ഒരു ഡീല് കവനൻ്റുമായിട്ട് ദൈവത്തോട് ചെയ്യാൻ ഞാൻ യോഗ്യനാണെന്ന് ഒരു ബോധമുള്ളവൻ, ഒരു 10 പൈസക്ക് ബോധമുള്ളവൻ ചിന്തിക്കത്തില്ലേ? ഈ 10 പൈസയുടെ ബോധം പോലും ഇല്ലാത്ത വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ നമുക്ക് ഭീഷണിയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? ദൈവം ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലും അവരുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി പോകത്തില്ല. ഈ പണ്ടാരം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കും അവൾ ഉടമ്പടി എടുത്തല്ലേ, അവൾക്കൊരു ഗുണമുണ്ടായില്ലല്ലോ എന്ന് ചോദിക്കും. അവളുടെ എങ്ങനെ ഗുണമുണ്ടാവും? അവളെ ഗുണം പിടിപ്പിക്കത്തില്ലല്ലോ. അവൾ അതിന് ദൈവത്തിന് വേണ്ടിയല്ലോ ഉടമ്പടി എടുത്തിരിക്കണത്. ഈ ഒരു വിഷയമുള്ളത് കാരണം ഉടമ്പടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി ആക്ഷേപരഹിതമായിരിക്കണം. അത് ദൈവവും നമുക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കരുത്, മനുഷ്യരും നമുക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോട് ഞാൻ ചെയ്ത ഉടമ്പടി ജീവിതം ജീവിതം കൊണ്ട് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഉടമ്പടികള് മനുഷ്യന്റെ മുമ്പിലോ ദൈവത്തിന്റെ സന്നിധിയിലോ ആക്ഷേപരഹിതമാകാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ ഉടമ്പടി ആക്ഷേപരഹിതമായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ഒരു മനുഷ്യനെ ഇപ്പം കല്യാണം കഴിക്കാൻ വരുമ്പോഴൊക്കെ എന്ത് പറ്റി ചേച്ചി അവർ പെട്ടെന്ന് പിരിഞ്ഞല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും എൻ്റെ അച്ഛാ ചക്കയാണോ ചോദിച്ചു നോക്കുക, ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു, ഞങ്ങളും സംസാരിച്ചു, പെട്ടെന്നായിരുന്നു കല്യാണം നടത്തേണ്ടത്, അവർക്ക് സമയമില്ല, ഇനി ലീവില്ല, ഞങ്ങൾ ചെയ്തു പോയതാണ്. ഇപ്പോൾ അവന് അവിടെ പെണ്ണുണ്ട്, അവൾക്ക് അവിടെ ലൈനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം പ്രശ്നം വന്നിരിക്കണത്. ഇതൊന്നും അന്വേഷിക്കാൻ നമുക്ക് നേരമില്ല. കാര്യം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആൾക്കാരല്ല ഇവർ, വേറെ രാജ്യത്ത് ജീവിക്കണാണ്. അത് കാരണം നമ്മൾ വീട്ടുകാരെന്ന് പറഞ്ഞ പാവ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ കല്യാണം ഒപ്പിച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ 10 പേരെ വിളിക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടുകാർ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയില്ലെങ്കിലും അവരവരുടെ രീതിയിൽ പോയി ജീവിക്കും. ജീവിതം ആവശ്യത്തിനൊക്കെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വന്നത് ഇവിടെ, അത് വേറെ വിഷയം. അതിപ്പോൾ ഇവരൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പറയണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കാൻ നമുക്ക് പറ്റാതെ വരും. കാര്യം എന്താ?
നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്ക് വിശ്വസ്തതയില്ല. വിശ്വസ്തത ഒരു വിഷയം പോലുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അനുതാപം ഉണ്ടാകാനും താമസിക്കും. കാര്യത്തിൽ കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ അനുതാപത്തിന്, ഒരു വ്യക്തിക്ക് അനുതാപം ഉണ്ടാകാൻ പഴയ കാലങ്ങളിലെ മെഷീനറിയോ ഇൻസ്ട്രുമെൻറ്റോ പറ്റത്തില്ല. കാരണം ഇൻഫിഡേലിറ്റി എന്നുള്ളത് ഈ തലമുറയുടെ ഇൻബിൽട്ടായിട്ടുള്ള സംഭവമാണ്. രാവിലെ ഒരു തവണ ലൈൻ അടിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരു ലൈൻ അടിക്കും, വേറെ മാറ്റും, അപ്പം നാളെ വേറെ ആദ്യം ലൈൻ അടിച്ചാൽ ആദ്യം തേക്കും. ഇങ്ങനെ വാക്കിലും പ്രവർത്തികളിലും ഒക്കെ മൊത്തം ഇൻഫിഡലിറ്റിയാണ്. ഇൻഫിഡലിറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായത് കാരണം ഇത്രയും അവിശ്വസ്തത ജീവിതത്തിൽ, അവിശ്വസ്തത ഒരു പ്രശ്നമല്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഓരോരോ ആൾക്കാരുമായിട്ട് ബന്ധം ചേർന്ന് ഇവർക്ക് ചെയ്യണേ എന്താണെന്ന് വെളിവില്ലാതെ വന്നിട്ടും അങ്ങനെയുള്ളൊരു ഉടമ്പെടുക്കുമ്പോഴും വിശ്വസ്തയുടെ പ്രശ്നങ്ങൾ വരും. അതെപ്പോഴും നമ്മളെ വളരെ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ മുഖമുദ്രയെന്ന് മനസ്സിലാക്കി എന്റെ അനുതാപങ്ങളെ വിശ്വസ്തതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അനുതാപം നൽകുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവരുടെ മൂന്നാമത്തെ നിയോഗം എന്താണെന്നറിയാവോ? മൂന്നാമത്തെ നിയോഗം ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ മുടങ്ങിപ്പോയ ആൾക്കാരെ കാരുണ്യ പ്രവർത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണതാണ്. നിയോഗങ്ങൾ കേട്ടില്ലേ? അതായത് ഇവിടെ മൂന്നാമത്തെ നിയോഗം, ആദ്യത്തെ നിയോഗം എന്തായിരുന്നു? ഉടമ്പടി എടുക്കാത്ത എടുപ്പിക്കുക. രണ്ടാമത്തെ നിയോഗം എന്തായിരുന്നു? ഉടമ്പടി വീണു പോയവരെ താങ്ങി നിർത്തുക. മൂന്നാമത്തെ നിയോഗം എന്താണ്? ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികളില്ലാത്തവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യിക്കുക. അതിനെ വീട്ടിൽ പോയി കുത്തിരിക്കണേ ഓരോരുത്തൻ്റെ. എങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യണത്? കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക്. എന്താ പ്രോജക്റ്റ്? ഒരു വീട് ജപ്തി വന്ന് അത് മൊത്തം പോയി. അവർ മൊത്തം പോയി. ആ വീട് ജപ്തി ചെയ്ത് പോയി. പിന്നെ എന്താണ്? അവർ ടർപ്പോളെ താഴെ താമസിക്കണം ഇപ്പോൾ ഒരു വീട്ടുകാർ. അപ്പോൾ അതൊരു പ്രോജക്റ്റായിട്ട് ഇവരെടുത്ത് ആ ചേച്ചിക്ക് എന്താണ്, അവിടെ യൂട്രസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ അനുഭവിക്കണമെന്ന് നോക്കിയേ. ജപ്തി വന്ന് അവർ മഴയത്തായിപ്പോയി. അവൻ്റെ താമസിച്ചിട്ടും അവരുടെ യൂട്രസ് ഇറങ്ങി ബ്ലീഡിങ് ആയി. അപ്പോൾ ഇവർ അവിടെ ചെന്ന് അങ്ങനെ ആ കുടുംബത്തെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്ത്, ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാത്ത ആൾക്കാരെല്ലാം വീട്ടിൽ പോയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ഇല്ല, അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. കാര്യം മോളിൽ പോയിരുന്ന് ഉറങ്ങിയ പാർട്ടി ആയിരിക്കും. അതാണ് വിഷയം. അവിടെ നിന്നുണ്ട് മൊബൈലൊക്കെ ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഈ പുതുക്കാൻ വേണ്ടി പോയിരിക്കുന്ന സ്ഥലത്ത് കൂടി നമ്മൾ ഒന്ന് പോയി നോക്കിയേ. അവിടെ പോയിരുന്നുണ്ട് ഈ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ കുറേ പേര്. അതാണ് അതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റൂ. കാര്യം അങ്ങനെ കുറേ പേരുണ്ട് ഈ പുതുക്കാൻ പോണ പാട്ടി വെച്ച് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ചിരി വരും. എന്താ കാര്യം? വെറുതെ വീട്ടിലിരുന്ന് പണി പഠിക്കണവരെ ഇവിടെ വന്ന് മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കി അതിൻ്റെ കൂടി എക്സ്ട്രാ പണിയും മേടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഈ പാർട്ടിയാണ്
ഈ കാരുണ്യ പ്രവൃത്തി മുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉടമ്പടി കട്ടാകുമല്ലോ. അവൻ പറയണ പോലെ ചെയ്തോളാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞ കാര്യം മുഴുവൻ കാരുണ്യ പ്രവൃത്തിയാണല്ലോ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അതെല്ലാം അവൻ പറയണ പോലെ ചെയ്യണതെല്ലാം കാരുണ്യ പ്രവൃത്തിയാണ്. ആ കാരുണ്യ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി പോവുകയില്ല. അപ്പം തന്നെ പിന്നെ പതുക്കെ അവസാനം മാത്രമേ ഈ ബ്രെയിൻ ഡെത്ത് പോലെയാണ് വരണത്. ഉടമ്പടിക്ക് ആശീർവാദം പോയാൽ ഓർക്കണം എന്താണ് ബ്രെയിൻ ഡെത്തായെന്ന് നടക്കണം. എല്ലാം അവസാനം മരിക്കണം. എല്ലാ അവയവങ്ങളും നമ്മൾ മരിക്കുമ്പോൾ ആദ്യം മരിക്കണത് എന്തായിരിക്കും? കാലായിരിക്കും മരിക്കണത് അല്ലേ? വൈദ്യശാസ്ത്രത്തിൽ അറിയാം, ഡോക്ടർമാർക്ക് ഉണ്ട് ഇവിടെ. ആദ്യം മരിക്കണത് കാലാണ്. കാല് മരിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നീട് കുറച്ച് ഭാഗങ്ങളായിട്ട് മരിച്ച് ഹൃദയം നിന്ന് അവസാനം 10 മിനിറ്റോളം ബ്രെയിനിൽ കറണ്ട് ഉണ്ടാകും. അവസാനം ബ്രെയിനും മരിക്കും. ഇങ്ങനെയാണ് മനുഷ്യൻ മരിച്ചു തീരണമെന്ന് വിചാരിക്കണത്. അപ്പം അതുപോലെ തന്നെ കാല് മരിക്കുമ്പോൾ തന്നെ ഓർക്കുക, കാരുണ്യ പ്രവൃത്തി പോയി. കാലില്ലാതെ കാരുണ്യ പ്രവൃത്തി ഇല്ലല്ലോ. എവിടെയെങ്കിലും പോകണ്ടേ? ഞാൻ ഈ സന്ദർശിക്കാൻ പോകണമെങ്കിൽ രോഗികളെ സന്ദർശിക്കണ്ടേ? അപ്പോൾ രോഗികളെ സന്ദർശിച്ചിട്ട് കുറേ നാളായെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം എന്താണ്? സന്ദർശനവും സഞ്ചാരവും ഒന്നും ഇല്ല, കാല് മരിച്ചു. ഉടമ്പടി മരിക്കണം. കാരുണ്യ പ്രവൃത്തി മരിച്ചാൽ കാല് മരിച്ച പോലെയാകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം മരിക്കുന്നത് കാലാണ്. കാരുണ്യ പ്രവൃത്തി മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സഞ്ചാരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ കർത്താവെല്ലാം കാല് വെച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കണമെങ്കിൽ എന്ത് വേണം? കാല് വേണ്ടേ? അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ അതെല്ലാം നമ്മൾ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെന്ന് ചെയ്യണില്ല, വെറുതെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വീട്ടിൽ ഇരിക്കണമെങ്കിൽ അരക്ക് താഴെ തളർന്ന് കിടക്കണ ഈ പിശാച്. ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വീട്ടിൽ ഇരിക്കണമെങ്കിൽ അരക്ക് താഴെ തളർന്ന് കിടക്കുകയാണ്. നിങ്ങൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഉടമ്പടി നിങ്ങൾക്ക് തിരിഞ്ഞു കൂത്താൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സുവിശേഷ ശുശ്രൂഷകള് അങ്ങയോട് പറഞ്ഞതുപോലെ അങ്ങയുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമായി ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില വീടുകളിൽ ഇപ്പം ഈ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാരുണ്യ പ്രവൃത്തി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ സിന്ധു ചെല്ലുമ്പോൾ ഈ കാരുണ്യ പ്രവൃത്തി ഇല്ലാത്ത ആൾക്കാർക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാനുള്ള വകുപ്പ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബ്ലീഡിംഗ് ഒക്കെ പറഞ്ഞൊന്നുമില്ല ആളില്ലേ, അവരാ ഷെഡ് കെട്ടിക്കൊടുത്ത ഇവരാണ്. പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവിടെ പിരിവിട്ടിട്ട് ഇവർക്ക് ആശുപത്രി പോകാനുള്ള പൈസ കൊടുക്കാം. അല്ല, ഞങ്ങളെവിടെ പോകാനാണ്? എവിടെയാണ് ആശുപത്രി? ഗവൺമെൻറ് ആശുപത്രി എവിടെയാണെന്ന് ഈ സാധനത്തിന് വേറെ എല്ലാ സ്ഥലവും അറിയാം. നാട്ടിൽ ഉടമ്പെടുക്കുമ്പോൾ എവിടെ പോകണം? ആശുപത്രി പോകണം. ഏത് ആശുപത്രി? ഗവൺമെൻറ് ആശുപത്രി. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ? എന്തും ഓരോ ജന്മങ്ങൾ വന്നതേ ഭയങ്കര കഷ്ടമാണ്. ഒരു മനുഷ്യനെ മറ്റു മനുഷ്യന്മാരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത കുറേ ജന്മങ്ങൾ. ഞാൻ പറഞ്ഞ കുറേ ആൾക്കാരിങ്ങനെ ഈ
കുഞ്ഞ് പിള്ളേരൊക്കെ ഇപ്പോൾ കയറി പോകണല്ല. അപ്പം ഞാൻ ചിലങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം, ഇതുങ്ങൾക്ക് മനുഷ്യന്മാർ നമ്മൾ അയൽവാസികളായിട്ട് താമസിക്കുന്ന ആരാണെന്ന് പോലും ഇതുങ്ങൾക്ക് അറിയത്തില്ല. ഇതുങ്ങൾ ഈ രാജ്യം വിട്ട് പോണത് തന്നെ നല്ലതാണ്. കാര്യം ഈ രാജ്യത്തിന് ബാധ്യതയാണ്. എന്താ കാര്യം? ഈ സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് ആരാണ്? സ്വന്തം ബന്ധുക്കളെ പോലും അറിയാൻ പറ്റില്ല, കൂട്ടുകാരെ അറിയാൻ പറ്റും. അത് ഈ വാട്സപ്പുള്ള കാരണം കുത്തിയിരുന്നോണ്ട് കൂട്ടുകാരെ വിളിക്കും. സ്വന്തം എടി അമ്മ പേരമ്മേണ്ടി വന്നത്. ആ പേരമ്മേണ എന്നാണ് പേരമ്മയായതെന്ന് അമ്മ പറയുന്നത്. അമ്മയുടെ അനിയത്തി വരുമ്പോഴേ എടി പേരമ്മേണ്ടി വന്നത് ആണ്. ശ്രുതി പറ. ആ ശ്രുതി. ആ ശരി, തീർന്നു. പിന്നെ പേരമ്മ പോയി, അവൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാധനം രാജ്യം വിട്ട് പോകണമാണ് നല്ലത്. ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തിന് ഒരു മൂല്യമുണ്ട്. സാംസ്കാരിക മൂല്യമുണ്ട്, ഒരു സംസർഗ ബോധമുണ്ട്. ഈ രണ്ട് സാധനം ഇല്ലാത്ത സംഭവങ്ങളൊക്കെ പാസ്പോർട്ട് എടുത്ത് പോകണം. പോയവരെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ പോയതിൻ്റെ 10% ഈ ടൈപ്പാണ്. മനുഷ്യത്വമില്ലാതെ മനുഷ്യന്മാരെ തമ്മിൽ അറിയാതെ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് എന്ത് കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണേ? കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അറിയണ പദ്ധതിയാണ്. മനുഷ്യന്മാരെ കണ്ടിട്ട് ഇവർ കണ്ടില്ലേ സിന്ധു ചെയ്ത കാര്യങ്ങൾ എന്താണ്? അവരെ പോയിട്ട് അവരുടെ ബ്ലീഡിങ് മനസ്സിലാക്കിയിട്ട് അതിന് അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ചുറ്റി നടന്ന് കാരുണ്യപ്രവർത്തി ചെയ്യാത്ത ആൾക്കാരെല്ലാം കണ്ടുപിടിച്ചിട്ട് അവർക്ക് അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒരു കാരുണ്യപ്രവർത്തി ചെയ്യുകയും ചെയ്തിരുന്ന കാരുണ്യപ്രവർത്തി ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് രസമുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കരളിന് ഇതിങ്ങനെ ഈ രാജ്യം വിട്ട് പോണത് തന്നെ നല്ലതാണ്. കാര്യം ഈ രാജ്യത്തിന് ബാധ്യതയാണ്. എന്താ കാര്യം? ഈ സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് ആരാണ്? സ്വന്തം ബന്ധുക്കളെ പോലും അറിയാൻ പറ്റില്ല, കൂട്ടുകാരെ അറിയാൻ പറ്റും. അത് ഈ വാട്സപ്പുള്ള കാരണം കുത്തിയിരുന്നോണ്ട് കൂട്ടുകാരെ വിളിക്കും. സ്വന്തം എടി അമ്മ പേരമ്മേണ്ടി വന്നത്. ആ പേരമ്മേണ എന്നാണ് പേരമ്മയായതെന്ന് അമ്മ അനിയത്തി വരുമ്പോഴേ എടി പേരമ്മേണ്ടി വന്നത് ആണ്. ശ്രുതി പറ. ആ ശ്രുതി. ആ ശരി, തീർന്നു. പിന്നെ പേരമ്മ പോയി, അവൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാധനം രാജ്യം വിട്ട് പോകണമാണ് നല്ലത്. ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തിന് ഒരു മൂല്യമുണ്ട്. ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടൊരു ഫൈറ്റാണ്. കരളിന് തടിപ്പ് വന്നു. അപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയി. ഇവരുടെ ആങ്ങളെ കരളിന് തടിപ്പ് വന്നിട്ട് ഫാറ്റി ലിവർ ഉണ്ടായിട്ട് ഫാറ്റി ലിവർ സിറോസിസ് ക്യാൻസറായി മരിച്ച ആളാണ്. അപ്പോഴേ ഇവൾക്കും വർഷങ്ങളായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഡയറ്റൊക്കെ നോക്കാതെ പിന്നെയും കൊഴുപ്പും മണ്ണാങ്കട്ടൊക്കെ വരച്ച് കയറ്റിയാണ് പിന്നെയും കുഴപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ കേരളത്തിലുള്ള ഒരു 90% ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്യണത് നല്ലതായിരിക്കും. ഒന്നും ടെസ്റ്റ് ചെയ്യത്തില്ല. എന്തിനാണ് ടെസ്റ്റ് ചെയ്താൽ വല്ലതൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയത്തില്ലേ? അതുകൊണ്ട് ഭക്ഷണം വരച്ച് കെട്ടാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യത്തില്ല. അവസാനം ഇരുന്ന് ചത്തുപോകും. അതല്ലേ സംഭവിക്കണത്. പോയി ടെസ്റ്റ് ചെയ്യണം. എനിക്ക് കിഡ്നിയുടെ ടെസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അസുഖം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? എന്നോട് പരിശുദ്ധായ്മ പറഞ്ഞ് എടാ പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനെന്ത് ചെയ്യും? ഞാനെല്ലാം 3 മാസം കൂടുമ്പോഴും വെറുതെ പോയി ടെസ്റ്റ് ചെയ്യും. ഒരു കുഴപ്പമില്ലേ? ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടി. ഡോക്ടർ പറഞ്ഞ് ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ടെസ്റ്റ് ചെയ്യാമെങ്കിൽ ഇത് ഞാൻ ഉണ്ടാകത്തില്ല ഇവിടെ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഈ ഭക്ഷണം മുടക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആനക്കാര്യമൊന്നുമല്ല. കിഡ്നിയുടെ ഡയറ്റൊക്കെ ആവശ്യത്തിനുണ്ട്, കൂടുതലുണ്ട്. പിന്നെ ഇപ്പം നോൻപും വന്നിരിക്കണത്, എന്നിട്ടും ജീവിച്ചിരിക്കണില്ലേ? എന്നിട്ട് നിങ്ങളോട് സംസാരിക്കണില്ലേ? അപ്പോൾ ഈ എക്സ്ട്രാ ഡയറ്റിലാണ് നിൽക്കണത്. ഇതൊക്കെ വെറുതെയാണ്. നമുക്ക് ദൈവം ഒരു അഭിഷേകം തന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിജീവിക്കാൻ കഴിയും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ദൈവമായിട്ട് നമ്മളീ പകുതി ദൈവം ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊള്ളാം. അങ്ങനെയാണ് ചില ആൾക്കാരിരിക്കണത്. ചില ആൾക്കാരുടെ ഉള്ളിൽ വിശ്വാസം ഇല്ലേ? ഒരാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് നോക്കാം, ഒന്ന് അവിടം വരെ പോയി നോക്കാം, ഒന്ന് പഠിക്കാൻ വരെ പോകാം, എങ്ങാനും ബിരിയാണി കൊടുത്താലാന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. നാട്ടുകാർക്ക് അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവനും അവളൊക്കെ സാക്ഷ്യം പറഞ്ഞില്ലേ? ചിലപ്പോൾ എനിക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അവളെന്ത് പോക്കാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അവൾക്ക് ഉടമ്പടി സാക്ഷ്യം കിട്ടിയില്ലേ? അപ്പം എനിക്കും ഉടമ്പടി സാക്ഷ്യം കിട്ടുമെന്ന് പറഞ്ഞ വലിയ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊന്നും അല്ല സംഭവം. ഉടമ്പടിയിൽ ദൈവവുമായിട്ട് ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ളൊരു ബന്ധങ്ങൾ വന്നായി കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നണം. എൻ്റെ മക്കളെ, ദൈവം ആക്ഷേപം ഉന്നയിക്കാതിരുന്നാൽ
പിന്നെ മനുഷ്യനെ ആക്ഷേപം. നമ്മൾ മനുഷ്യന്മാരെ ഒത്തിരി വലിയതായിട്ട് കണക്കാക്കാതെ നമ്മുടെ ഉടമ്പടിയുടെ പുറത്ത് ദൈവം ആക്ഷേപം ഉന്നയിക്കാതിരുന്നാൽ മതി. എന്നാൽ പിന്നെ മനുഷ്യൻ ഉന്നയിക്കത്തില്ലെന്ന് ഉറപ്പല്ലേ? അല്ലേ? കർത്താവ് കുറ്റം വിധിക്കാത്തവന് ആരെ കുറ്റം വിധിക്കാൻ പറ്റും? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 4:8 കർത്താവ് കുറ്റം ചുമത്താത്തവൻ കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. ആക്ഷേപം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ദൈവം നമ്മുടെ മേൽ ആക്ഷേപം ഉന്നയിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് കോർണറിലാണ്, ശരിക്കും പറഞ്ഞാൽ സുരക്ഷിത മേഖലയിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. ഇത് അക്രൈസ്തവർ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവരും മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവം നിങ്ങളുടെ മേൽ കൈ ചൂണ്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ ദൈവം ആക്ഷേപം ഉന്നയിക്കരുത്. ഇപ്പം നമ്മൾ പ്രമാണം ചെയ്യത്തില്ലേ, അല്ലേ? വസ്തുക്കളൊക്കെ പ്രമാണം ചെയ്യത്തില്ലേ? പ്രമാണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൽ വസ്തുക്കൾ ചിലപ്പോൾ ഒരു കോടിക്ക് അല്ലെങ്കിൽ 50 ലക്ഷത്തിനൊക്കെ നമ്മൾ വസ്തു മേടിക്കും, അവിടെ രജിസ്റ്ററും ചെയ്യും. പക്ഷേ എന്താ ഒരു കുഴപ്പമുള്ളത്? 20 ദിവസത്തേക്ക് ആ പ്രമാണം നമുക്ക് തരത്തില്ല. അവർ 20 ദിവസം കഴിഞ്ഞേ തരത്തുള്ള ആ പ്രമാണം രജിസ്റ്റർ കച്ചേരിയിൽ നിന്ന്. എന്താ കാര്യം? നിങ്ങളെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. നാട്ടുകാർക്ക് ഇതിൻ്റെ അകത്ത് ഈ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, ഞങ്ങളുടെ വസ്തുവാണ് അവർ എടുത്തിരിക്കണമെന്ന് പറയരുത്. ഞങ്ങളുടെ വസ്തുവാണ് അവർ എടുത്തിരിക്കണമെന്ന് പറയരുത്. അതിന് ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ അവകാശികൾക്കോ വന്നിട്ട് ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി 20 ആക്ഷേപം ഉന്നയിച്ച് പോയാലുള്ള കുഴപ്പം എന്താ? പോക്കുവരവ് ചെയ്യാൻ പറ്റത്തില്ല, ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ടാക്സ് അടച്ചാലല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ മേലെ ആക്ഷേപം ഉന്നയിക്കപ്പെടരുത്. ആക്ഷേപം ഉന്നയിച്ചാൽ ഈ ഉടമ്പടി ഇവിടെ എഴുതിയിട്ടതേ ഉള്ളൂ, ഉടമ്പടി വർക്കൗട്ട് ആകത്തില്ല. പല ആൾക്കാർക്കും ഈ ട്രാജഡി സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അവർ കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. 10 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു 2 പേര് എങ്കിലും പുറത്തായി പോകും. എന്താ കാര്യം? അവർ കഥ അറിയാതെ ആട്ടം കണ്ടിരിക്കുകയാണ്. വണ്ടി വിട്ടു പോകുന്നല്ലേ പറയണത്, അല്ലാതെ കൃപ വിട്ടു പോകുന്ന ആരും പറയണില്ലല്ലോ. എല്ലാവരും പറയുന്നതാണ് എളുപ്പമായിട്ട് വണ്ടി വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ, അല്ലാതെ ദൈവം വിട്ടു പോകുന്നൊരു മനുഷ്യൻ പറയണില്ലേ. വണ്ടി വിട്ടു പോകുന്നല്ലേ പറയണം. അപ്പോൾ വണ്ടി വിട്ടു പോകുന്ന തൊഴിലാളിക്ക് മിക്കവാറും ഇത് രജിസ്റ്റർ ആകാൻ പാടായിരിക്കും. കാര്യം അവർ ധൃതിക്ക് ഇങ്ങനെ പരക്കം പാഞ്ഞ് നിൽക്കുകയല്ലേ. വല്ലപാടും ഇങ്ങനെ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കിയതിന് ശേഷം പറന്നു പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പറക്കാത്തൊരവസ്ഥയാണിത്. ഇത് ആദ്യം ആക്ഷേപരഹിതമായിരിക്കണം. ദൈവം ഇതിൻ്റെ മേൽ ആക്ഷേപം ഉന്നയിക്കരുത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ ഒരു കേസ് നിങ്ങളെ കൊടുത്തിരിക്കുകയാണ്, വക്കീൽ പറഞ്ഞ അനുസരിച്ച് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. കള്ളക്കേസാണ് കൊടുത്തിരിക്കുക. കേസ് കൊടുത്തെന്ന് പറയുമ്പോൾ തന്നെ കള്ളക്കേസാണല്ലോ അത്. ഏതെങ്കിലും ഒരു 50 കേസ് കോടതി കൊടുത്താൽ 50-ൽ 25 കള്ളക്കേസായിരിക്കും. എന്താ കാര്യം? നമ്മളൊരു കാര്യം ചെയ്യുന്ന വക്കീലിനോട് പറയുമ്പോൾ വക്കീൽ പറയും ഇത് കൊടുത്താൽ നമുക്ക് ഒരു ഓർഡറും കിട്ടത്തില്ല, ഇതിന് ഓർഡർ കിട്ടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ രീതിയിൽ ഞാനത് കറക്റ്റ് ചെയ്താരാമിന് വക്കീൽ കുറേ വകുപ്പ് കയറ്റും അതിൻ്റെ അകത്ത്. അപ്പോൾ വക്കീലിനോട് ഞാൻ പറയും, വക്കീലെ ആ സ്വർണം നമ്മുടെ അടുത്തില്ല, അത് അവർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും സ്വർണം കിട്ടിയില്ലെന്ന് എഴുതാൻ പറയും. സ്വർണം അവർ തന്നതാണേ, സ്വർണം തന്നതാണ് അവർ. അപ്പോൾ വക്കീൽ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണം, അതാ കേസ് ജയിക്കണ്ടേ. അപ്പോൾ പറഞ്ഞാൽ കേസ് ജയിക്കണം, ജീവനാംശം വേണമെന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞാൽ സ്വർണം കിട്ടിയില്ലെന്ന് പറയാൻ പറയും. സ്വർണം 57 പവൻ കിട്ടിയതാണ്.
കിട്ടിയ സ്വർണം കിട്ടിയില്ലെന്ന് എഴുതി വെച്ചാൽ വന്ന് ഉടമ്പടി എടുത്തുള്ള അവസ്ഥ എന്താണ്? ആക്ഷേപമായില്ല. അപ്പം തന്നെ പറഞ്ഞ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ സ്വർണം കിട്ടിയില്ലെന്നാണ് വക്കീൽ പറയണത്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് പിശാച്. പിന്നെ കിട്ടിയ സ്വർണം കിട്ടിയില്ലെന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണിത്? അപ്പോൾ കള്ളത്തരമല്ലേ അത്? അപ്പോൾ എന്നിട്ട് ഈ ആൾക്കാർ വന്നിട്ട് ഉടമ്പടി എടുത്ത് എങ്ങനെ ഉടമ്പടി നിൽക്കണത്? അപ്പം നിങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനിക്കണം. ഒന്നേ കേസ് പിൻവലിക്കണം, അവരുമായിട്ട് ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് സത്യസന്ധമായ വഴി നിൽക്കണം. ഈ വിഷയം സത്യസന്ധമായ വഴി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. നിങ്ങൾ എടുപ്പെടുത്ത് ഇറങ്ങിപ്പോന്ന പാർട്ടിയല്ലേ. അവിടെയൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. ആക്ഷേപരഹിതമായിരിക്കണം ഉടമ്പടി. നിങ്ങൾ അവിടുത്തെ പണി കൂടുന്ന അനുസരിച്ചല്ലേ. ഇപ്പം ചില ആൾക്കാർ, ചില അമ്മായിയമ്മമാർ രാവിലെ വിട്ടു പോകും ജോലിക്ക്. അപ്പം നമ്മളവർക്ക് വേഗം പിടിച്ച് നോക്കി പോകുമ്പോൾ ജോലിക്കുള്ള തീക്ഷ്ണത കൊണ്ടാണ്. അതൊന്നുമല്ല, മരുമകൾക്ക് പണി കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. ബാക്കി എല്ലാ പണിയും കൊണ്ട് രാത്രി തിന്നതിൻ്റെ കലവും ചട്ടിയും വരെ അവിടെ കിടപ്പുണ്ടാവും. ഈ പിശാച് പോയി കുളിച്ചിട്ട് നേരെ ഉടുപ്പും നോക്കി പൗഡർ ഇട്ട് നേരെ പോന്നിരിക്കുകയാണ് ജോലിക്ക്. അപ്പോൾ എന്താ സംഭവം? ആ സാധനം മൊത്തം അവളെ കൊണ്ട് കഴിക്കും. വന്നാലും ഇവർ മാറി കിടക്കും. ഇത് അമ്മായിയമ്മയും ചെയ്യുന്നുണ്ട്, മരുമോളും ചെയ്യുന്നുണ്ടേ. മരുമോൾ ഇത് തന്നെ ചെയ്യണത്. എന്നിട്ട് വന്നാൽ ഉടനെ മാറി കിടക്കും. കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ പിന്നെ കൊന്തയുടെ സമയമായി. കൊന്തയ്ക്ക് വേണേൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിനെ പിച്ച് നോവിക്കും. കൊച്ചു കിടന്ന് കാറും കൊച്ചിനെ കൊണ്ട് പുറത്തോട്ട് പോകും. അപ്പോൾ കൊന്തേവില്ല, തീർന്നില്ല പരിപാടി. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷം ഈ ഉടമ്പടി ആക്ഷേപരഹിതമാകത്തില്ല. ഇത് കർത്താവ് ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം റെക്കോർഡ് ചെയ്ത് പോകുമല്ലേ ഈ സാധനം. അതുകൊണ്ട് ഒരുമാരപ്പെട്ട വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള അലമ്പ് പരിപാടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് സത്യസന്ധമായിരിക്കണം ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ഉടമ്പടി ആക്ഷേപരഹിതമാകാൻ വചനത്തിന്റെ വിശുദ്ധിയോടെ ഉടമ്പടിയെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാകണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാകണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി സിന്ധുവിൻ്റെ 5ാമത്തെ നിയോഗം എന്താണെന്നറിയാവോ? ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ലെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തവരെല്ലാം ചേർത്തിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വണ്ടിയും വിളിച്ചും, ഇത് ഞങ്ങളാരും ഇത് അറിയണില്ല, ഇത് സാക്ഷ്യം പറയുമ്പോഴാണ് ഈ അറിയണത്. ഓരോ മനുഷ്യന്മാരുടെ ഉടമ്പടി എടുക്കേണ്ട കാര്യം പറയണേ. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും, എൻ്റെ കൊച്ചെ പറഞ്ഞ് വീട്ടിൽ ചെല്ലാൻ എങ്ങനെയാണ്? ആ വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ട് ഈ സാക്ഷ്യമെല്ലാം ആരെ കേൾപ്പിക്കും. അതാണ് വിഷയം. ഈ പത്രം കൊണ്ടുപോയി യൂട്യൂബിലെ സാക്ഷ്യമെല്ലാം അവരെ കേൾപ്പിക്കും. അവർ പറയും, കൊച്ചെ ഞങ്ങൾക്കും വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പോൾ ഇവർ പറയും, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, കൊച്ചെ പോണേനല്ല പ്രശ്നം, പത്രത്തിന് എടുക്കാൻ കാശില്ലെന്ന് പറയും. പത്രം എടുക്കാൻ കാശ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പത്രം എടുക്കാൻ കാശില്ല അവർക്ക് സത്യമായിട്ടില്ല. അവിടെ അന്നന്ന് വേണ്ട ആഹാരം തന്നെ ചെയ്യാൻ അവർക്ക് പറ്റണില്ല, പിന്നെയാണ് ആ കാശ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർ തന്നെ പത്രം വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. ഞാൻ പത്രം വാങ്ങിച്ച് തരാം. അത് ഭർത്താവ് അങ്ങനെയാണ് ചെയ്യണത്. ഭർത്താവിൻ്റെ ജോലിക്കാശ് കൊടുത്തിട്ട് അതിന് പത്രം മേടിച്ച് ഈ പത്രം മേടിക്കാൻ കാശില്ലാത്തവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങളിത് വിതരണം ചെയ്യണം. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരിക്കലും ഇല്ല. പക്ഷെ മനുഷ്യന്മാർ ഇങ്ങനെ ഉടമ്പടി ചെയ്യണത്. അപ്പം അവർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഒരു ദിവസം ചെന്നപ്പോൾ ഇവർക്ക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി. ആങ്ങളെ മരിച്ചില്ലേ ഫാറ്റി ലിവറായിട്ട്? ആ ഡോക്ടർ ഇവർക്ക് പരിചയമുള്ളതാണ്. അവിടെ കൊണ്ടുപോയാണ് ഇവളെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇപ്പോൾ ഡോക്ടറിന് ചരിത്രം അറിയാം, ഇവരുടെ ബോഡി ചരിത്രങ്ങൾ അറിയാം. ഫാറ്റി ലിവർ വന്നാൽ ഈ കുടുംബം സീറോസിസിലേക്ക് പോകുകയുള്ളൂ. അപ്പോൾ ഡോക്ടർ ഇവളെ സാന്ത്വനപ്പെടുത്താൻ ഇവളുടെ തോളെ തട്ടിട്ട് പറഞ്ഞ്, ഫാറ്റി ലിവർ ആണെങ്കിൽ ഇപ്പോൾ സീറോസിസ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിനക്ക് ഡയറ്റ് തരാമെന്ന്.
ഡോക്ടറിന് അത്രേ പറ്റത്തുള്ളൂ. ഫാറ്റ് ലിവർ ആണെങ്കിലും കുഴപ്പമില്ല, സിറോസിസ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിനക്ക് നല്ല ഡയറ്റ് തരാമെന്ന്, സിറോസിസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആഹാര രീതികൾ പറഞ്ഞു തരാമെന്ന്. അപ്പോഴേ അവൾ അമ്മയോട് പറഞ്ഞ്, അമ്മേ ഡയറ്റൊക്കെ എനിക്കറിയാം, എൻ്റെ ആങ്ങളെ കഴിച്ചിട്ടുള്ളതാണ്. ഇതാ വിഷയം, ഡയറ്റൊക്കെ എനിക്കറിയാം, ആങ്ങളെ കഴിച്ചിട്ടുള്ളതാണ്. എൻ്റെ പ്രശ്നം അതല്ല, ആ ഡയറ്റ് കഴിച്ചാൽ നിൻ്റെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അമ്മയുമായിട്ടാണ് തട്ടുപിടിക്കണത്. ഏതമ്മയാണ്? പരിശുദ്ധ അമ്മ, കൃപാസനം മാതാവ്. ഇവർ സംസാരിക്കാൻ പറ്റി ഈ ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുന്നത് ആരാ? കൃപാസനം മാതാവാണ്. ആൾക്കാർ സംസാരിക്കുന്നത് ആരോടാണ്? കൃപാസന അമ്മയോടാണ്. കാരണം ഈ കാലഘട്ടത്തിലെ ദുരന്ത ജീവിതക്കാരെല്ലാം അമ്മയടുത്താണ് വരണത്. അമ്മയോട് സംസാരിക്കും, അമ്മ പോകേണ്ട പാട്ടി കൂടെ പോകും, നിൽക്കേണ്ടപ്പോൾ പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങൾക്കും ആ ഉടമ്പടിയുടെ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവാണ്. അപ്പം അമ്മയോട് പറയും, അമ്മേ എനിക്ക് ഡയറ്റ് കീപ്പ് ചെയ്യണ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഡോക്ടർ പറഞ്ഞു തരണ്ട, എനിക്കറിയാൻ ഡയറ്റ്, എൻ്റെ ആങ്ങളെ കഴിച്ചതാണ് ആ ഡയറ്റ്, ആ കഴിച്ചാൽ എഴുന്നേറ്റ് പൊങ്ങത്തില്ല മനുഷ്യൻ, എനിക്ക് നിൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല, അതാണ് എൻ്റെ പ്രശ്നമെന്ന് പറയും. അതാണ് പ്രശ്നം, ഞാൻ ആ ഡയറ്റ് കഴിച്ചാൽ എനിക്ക് വേല ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഒരു 800 രൂപയുടെ കുറേ മരുന്ന് കൊടുക്കും. 800 രൂപയുടെ മരുന്ന് കുറിക്കും ആദ്യമേ തന്നെ. ഈ 800 രൂപയുടെ മരുന്നും കൊണ്ട് വീട്ടിൽ വന്ന് വെച്ചും കൃപാസൻ മാതാവ് എന്നോട് സംസാരിക്കും, ഈ മരുന്ന് ഞാൻ കഴിക്കുമെന്ന് അമ്മ വിചാരിക്കരുത്. അതാണ് വിഷയം. ഈ മരുന്ന് ഞാൻ കഴിക്കുമെന്ന് അമ്മ വിചാരിക്കരുത്. നിങ്ങളെ ഉള്ള മരുന്നെല്ലാം നേരത്തെ ഇവിടെ വന്ന് ചത്ത് കിടന്നിട്ട് എന്നെ പറയരുത് കേട്ടാ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നിലവാരം നോക്കണം, ഇവരുടെ സത്യസന്ധത നോക്കണം. ഇവിടെ നിലവാരത്തിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് ദൈവത്തോടൊന്നും പറയാം. നിലവാരത്തിൽ എത്തിയാൽ നിങ്ങളെ ഉള്ള അലപരാധി ജീവിതം എല്ലാം ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് പറയാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. അതാണ് ഇവർ പറയണത്, ഈ മരുന്ന് 800 രൂപയുടെ മരുന്നുണ്ട് ആദ്യപടി, ഇത് ഞാൻ കഴിക്കുമെന്ന് അമ്മ വിചാരിക്കരുത്. അമ്മ സുഖപ്പെടുത്തണം. കാര്യം എന്താ? എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം പ്രേക്ഷിത വേലയാണ് എൻ്റെ പ്രശ്നം. അതല്ലല്ലോ നിങ്ങളുടെയൊക്കെ പലരുടെയും പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം കാനഡയിൽ പോവുക, നിങ്ങളുടെയൊക്കെ പ്രശ്നം മകന് ജോലി കിട്ടുക, കെട്ടിച്ചു വിട്ട മക്കൾ പിള്ളേരുണ്ടാകണമല്ല പ്രശ്നം. ഈ പ്രശ്നം മാറിയിട്ട് ദൈവത്തിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാകണം. അതാണ് വിഷയം. എൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ പ്രശ്നം ഫാറ്റ് ലിവർ അല്ല. എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പ്രേക്ഷിത വേലയാണ്. ഞാൻ ഈ ഡയറ്റ് കഴിച്ചാൽ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ കരൾ അമ്മയുടെ കരൾ പോലെ ആക്കിയിട്ട് ടെസ്റ്റിന് കൊടുക്കേണ്ട അമ്മയുടെ കരളാണ്. പ്രാർത്ഥനയുടെ ലെവലിൽ പോകണം, കണ്ടില്ലേ? അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള അധികാരം വരും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, ബന്ധം ഉണ്ടാകുമ്പോൾ. ആ ബന്ധം ഉണ്ടാകുമ്പോൾ ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, സിറോസിസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അതിന് ഡയറ്റ് കുടിക്കാമെന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് വേറെ ടെസ്റ്റിന് പോയിരിക്കണം. ഇവിടെ ടെസ്റ്റിന് പോയപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ടെസ്റ്റ് ചെയ്യണ മുമ്പ് ഉടമ്പടി തൈലം കയ്യിലെടുത്തിട്ട് ഞാൻ ഉടുപ്പ് പൊക്കിയിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ ബ്ലൗസ് പൊക്കി ഇവിടെയൊക്കെ തേച്ച്, കരളിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് തേച്ച് എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് എൻ്റെ കരൾ നിൻ്റെ കരളാക്കിയിട്ട് നിൻ്റെ കരളാണ് ടെസ്റ്റിന് കൊടുക്കേണ്ടതെന്ന് പറയും. ഇത് ബന്ധമാണ് ശരിക്കും. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ഈ കരളിനെ ടെസ്റ്റ് കൊടുത്ത് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫാറ്റി ലിവറും ഇല്ല, ഒന്നുമില്ല. ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 വില്ലിക്ക് ചവിട്ടരുത്. ദൈവത്തിനെ പരീക്ഷിക്കുകയും ചെയ്യരുത്. ദൈവം നമുക്ക് പരീക്ഷിക്കാനുള്ള കളിപ്പുള്ളതല്ല, മറിച്ച് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളർന്നിട്ട് ദൈവം നിൻ്റെ വാക്കിന് വില കൽപ്പിക്കണം. ആ രീതിയിൽ വേണം ഉടമ്പടി വളരാൻ. ദൈവം നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കണം. സത്യസന്ധമാണ്, വിശ്വസ്തതയാണെന്ന് കണ്ടാൽ ദൈവം ഏത് കൊച്ചു കുഞ്ഞിൻ്റെ വാക്കിന് വില കൽപ്പിക്കും. നമ്മൾ സത്യസന്ധമാണ്, വിശ്വസ്തതയാണെന്ന് കണ്ടാൽ ദൈവം ഏത് കൊച്ചു കുഞ്ഞിൻ്റെ വാക്കിന് വില കൽപ്പിക്കും. ഇങ്ങനെയാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വിലയുള്ളവരായി മാറണത്, ദൈവതിരുസന്നിധിയിൽ വിലയുള്ളവരായി മാറണം. അതുകൊണ്ട് ഉടമ്പടി ഒരു വാല്യൂ ആഡഡ് സുവിശേഷ പദ്ധതിയാണ്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഫോർമാലിറ്റി ചെയ്യാൻ വേണ്ടി എൻ്റെ മക്കൾ നല്ല എല്ലാപ്പോഴും ജാഗ്രതയുണ്ടാകണം. അപ്പം നമുക്ക് എന്ത് വിഷയം, ഇപ്പോൾ ഇവർക്ക് എന്തെല്ലാം വിഷയങ്ങൾ വന്നു, ആ വിഷയത്തിനൊക്കെ ഇവരെങ്ങനെ അതിജീവിച്ചത്? ഇവർ കിഡ്നി ട്രബിൾ വന്ന്, കരളിന് പ്രശ്നങ്ങൾ വന്നു, സ്വരങ്ങൾ പോയി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവരുടെ പ്രേക്ഷിത പ്രവർത്തന കാലത്തിലുണ്ടായി. അതെല്ലാം അവർ തുറുപ്പിട്ട് വെട്ടണത് അവരുടെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ടാണ് വെട്ടണത്, അവരുടെ വിശ്വാസം കൊണ്ടല്ല വെട്ടണത്, പ്രവൃത്തി കൊണ്ടാണ് വെട്ടണത്. ഞാൻ സിന്ധുവിൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എല്ലാവരും വിശ്വാസം കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്, വിശ്വാസം കൊണ്ടല്ല
ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ സിന്ധു പ്രതിരോധിച്ചത് എന്താണ്? പ്രവൃത്തി കൊണ്ടാണ്. ദൈവത്തിന് അവളുടെ വിശ്വാസം സത്യമാണെന്ന് മനസ്സിലാക്കണത് അവൻ്റെ ഉടമ്പടി പുതുക്കുമ്പോൾ വെച്ച നിയോഗങ്ങളും അത് നടപ്പിൽ വരുത്താൻ വേണ്ടി അവൾ കാണിച്ചിട്ടുള്ള ത്യാഗങ്ങളും ദൈവതിരുസ്ഥൻ്റെ സത്യസന്ധതയുടെ അച്ചാരമായി മാറി. അതുപോലെ ഉടമ്പടി സത്യസന്ധമായി ചെയ്തുകൊണ്ട് നിലവാരമുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി. പിതാവേ മഹത്വം. ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി
ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ആത്മാവിൽ സമാധാനം സന്തോഷം ധാരാളമായി അവൻ പങ്കിടും. ദേഹത്തിന്റെ ആത്മാവിൽ സമാധാനം സന്തോഷം ധാരാളമായി അവൻ പങ്കിടും. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. എല്ലാവരും ചേർന്ന് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ധാരാളമായി അവൻ പങ്കിടും. ദേഹത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ധാരാളമായി അവൻ പങ്കിടും. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ ജീവിത ദുരിത സമാശ്വാസ പ്രാർത്ഥനയിലേക്ക്. കൈകൾ കൂപ്പി ശ്രദ്ധയോടുകൂടി ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കർത്താവ് അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി വിശുദ്ധിയോടെ ദൈവസ്നേഹത്തോടെ നമുക്കായിരിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവമേ, നിന്റെ പുത്രൻ്റെ തിരിച്ചോരയിൽ നീ വീണ്ടെടുത്ത നിന്റെ അവകാശമോഹരിമാൻ ജനങ്ങൾക്ക് വേണ്ടി മോശയെപ്പോലെ അബ്രാഹത്തെ പോലെ എല്ലാ അപ്പോസ്തലന്മാരെ പോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന പിതാവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. കർത്താവേ, എന്തിന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടനെ കേൾവി നൽകിയവനെ,
കർത്താവെ ഊമന് സംഭാഷണത്തിന് നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തളവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്റെ തിരുമുൻപാടുന്ന വലത് കരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഞങ്ങളുടെ മക്കളുടെ ശിരസിലേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, PCOD രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, കർത്താവെ തൈറോയ്ഡ് രോഗങ്ങള്, കരളിൻ്റെ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് മാരക രോഗങ്ങൾ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ ആരാധന. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഹരിമതിനേ സദയം തുടേ സുഖമായി എന്നെ ഹരിമതിനേ സദയം തുടേ സുഖമായി എന്നെ. മക്കളെ, വിശപ്പ് രോഗികള്, ത്വക്ക് രോഗികള്, വെള്ളപ്പാണ്ടുള്ളവര്, ചിരങ്ങ് രോഗികള്, പൊറുക്കാത്ത വ്രണങ്ങള്, ഷുഗർ രോഗങ്ങള്, മൂലമുണ്ടായ രോഗങ്ങള്, മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങള് കർത്താവിൻ്റെ രക്തത്തെ കഴുകട്ടെ. യേശുവിൻ്റെ നാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പിതാവേ ആരാധന. ഒരിക്കൽ വരേ സദയം തുടേ സുഖമായി എന്നെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജപ്തി നടപടികൾ നേരിടുന്നവര്, ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, യുദ്ധക്കെടുതിയുടെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവര്, ഇത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാന ലോകം തിരിച്ചു വരുന്നതിന് വേണ്ടി ശ്രുതികട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന, 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 യേശുവേ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, നാട്ടിലെ റാങ്ക് ലിസ്റ്റിലുള്ളവര്, അപ്പോയിൻമെന്റ് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതുന്നവര്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവര്, അവരെല്ലാവരും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിലും അടുത്തുപോയ കുഞ്ഞുങ്ങള്, പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു സംഭ്രമമുള്ള ഡിപ്രഷനുള്ള മക്കള്, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടുകയും അവരൊറ്റ പ്രാർത്ഥന കൊണ്ട് അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, സദയം പിതാവേ ആരാധന. സുഖമായി എന്നെ. യാത്രയിലിരിക്കുന്നവര്, യാത്ര ചെയ്യാൻ പോകുന്നവര്, യാത്രയ്ക്ക് തടസ്സം വന്നിട്ടുള്ളവര്, വിസ വന്ന് പക്ഷെ ടിക്കറ്റ് വന്നില്ലെന്ന് പറയുന്നവര്, വിസ പുതുക്കി കിട്ടാത്തവര്, വർക്ക് പെർമിറ്റ് പുതുക്കി കിട്ടാത്തവര്, വീട്ടു തടങ്കിൽ കഴിയുന്നവര്, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം പടരട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടെ അടഞ്ഞുപോയ വാതിലുകൾ യേശുക്രിസ്തു നാമം തുറക്കപ്പെടട്ടെ. ശ്രുതികട്ടെ.
ഹല്ലേലൂയ 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 ആരാധന പിതാവേ നന്ദി പിതാവേ മഹത്വം പിതാവേ ആരാധന വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം താമസിക്കുന്നവര്, വിവാഹ കോടതിയിൽ കേസ് കിടക്കുന്നവര്, കേസുണ്ടായിട്ട് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവിന് കൃപ ചൊരിയട്ടെ. മക്കളില്ലാത്തവര്, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവര്, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ മേലെല്ലാം സാക്ഷ്യം പറയാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന പിതാവേ നന്ദി പിതാവേ സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്നവര്, ജപ്തി നടപടി നേരിട്ടിട്ടുകൊണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളവര്, പലതരത്തിലുള്ള സാമ്പത്തിക പീഡകൾ അനുഭവിക്കുന്നവര്, തൊഴിൽപരമായ ഞെരുക്കങ്ങളും വരുമാനമാർഗം മുട്ടിപ്പോയവര്, കുടുംബത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ദുരിതങ്ങൾ, അസമാധാന അവസരങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥ ഈശോ ഏറ്റെടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന പിതാവേ എല്ലാവരും മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കുക, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ആദ്യത്തെ കടമ സാക്ഷ്യം, ജീവിത സാക്ഷ്യം നൽകുകയാണ്. സാക്ഷ്യം ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൃപാസനത്തിൽ വന്ന് പറയാതിരിക്കരുത്. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ബ്ലോക്കാണെന്ന് ഓർക്കണം. ബ്ലോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പോരായ്മയെ കരുതിയാൽ, സുവിശേഷം പറയുന്നു, പിന്നെ നിങ്ങളുടെ ചിന്തകളും വാക്കുകളെല്ലാം പതറിപ്പോയിട്ട് തെറ്റായ ലക്ഷ്യങ്ങളിൽ പോയി ജീവിതം ഒടുങ്ങിപ്പോകുന്നതിൻ്റെ സൂചനയാണ്. റോമ 1:29 വായിച്ചാൽ മതി. അതുകൊണ്ട് സാക്ഷ്യം ഒരു കടമയാണ്, ദൈവദൃശ്യത്തിൻ്റെ ഒരു കടമാണ്. പറയാത്തവർ എത്രയും വേഗം ഈ ആഴ്ചയിൽ സാക്ഷ്യം പറഞ്ഞ് മാറേണ്ടതാണ്. സംഭാവന ആശീർവാദത്തിനായി തലകുനിക്കാം.
സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.